ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ എങ്ങോട്ടായി പോകുന്നതെന്നറിയാം. ഞങ്ങളൊരു ക്യാമ്പിങ്ങിന് പോവാം. ക്യാമ്പിങ് മാത്രമല്ല, കുറച്ച് കാര്യങ്ങളൂടെ അവിടെ ഉണ്ട്. ഞങ്ങളൊരു 3 കാറിനുള്ള ആൾക്കാരാണ് കേട്ടോ പോയത്. അപ്പോൾ അവർ വണ്ടി ഓടിക്കുന്നവർക്ക് ഒന്നിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വോക്കട്ടേക്കിലാട്ടോ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പം ഞങ്ങൾ പോകുന്നത് എങ്ങോട്ടാണെന്ന് വെച്ചാൽ ലിവ 2025 ഞങ്ങൾ അങ്ങോട്ടാണ് കേട്ടോ പോകുന്നത്. ഞങ്ങളൊരു ഡിസംബർ ലാസ്റ്റ് വീക്കിലാണ് അങ്ങോട്ട് പോയത്. വീഡിയോ ഇടാൻ കുറച്ച് ലേറ്റ് ആയിരുന്നു. അപ്പോൾ ഓക്കെ, ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം. ഞങ്ങളവിടെ ഏകദേശം എത്താറൊക്കെ ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല റഷായിരുന്നു റോഡൊക്കെ കേട്ടോ. അപ്പോൾ ഈ ഒരു അറ്റ്മോസ്ഫിയർ കണ്ടപ്പോൾ ഞങ്ങൾ വിചാരിച്ചു മഞ്ഞായിരിക്കും എന്നൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുമ്പോഴാണ് ആ കാഴ്ച കാണുന്നത്. കാരണം തിരക്ക് കാരണം ആൾക്കാരൊക്കെ ഓഫ് റോഡ് എടുത്താൽ മണ്ണിൽ കൂടെ വണ്ടി ഓടിച്ച് പോകുന്നത് കൊണ്ടാണ് അത്രയും പൊടിയായിരുന്നു അവിടെ. അതൊരു മഞ്ഞ് പോലെ ഞങ്ങൾക്ക് തോന്നിയതായിരുന്നു കേട്ടോ. അത്രയ്ക്ക് തിരക്കായിരുന്നു, ഭയങ്കര ബ്ലോക്കായിരുന്നു. ഒരു 8 മണിയോടുകൂടി ഞങ്ങളവിടെ എത്തേണ്ടതായിരുന്നു. പക്ഷേ കുറച്ച് ലേറ്റ് ആയിപ്പോൾ. 8 മണിക്ക് അവിടെ ഫയർ വർക്ക് തുടങ്ങുമായിരുന്നു. പക്ഷേ ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയത് കാരണം ഞങ്ങൾ ഫയർ വർക്ക് തുടങ്ങി കഴിഞ്ഞിട്ടാണ് അവിടെ എത്തിയത് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ചുകൂടെ നേരത്തെ എത്തിയിരുന്നെങ്കിൽ ഞങ്ങൾക്കത് ആദ്യം മുതലേ കാണാൻ പറ്റുമായിരുന്നു. ബട്ട് ഇറ്റ്സ് ഓക്കെ, ഞങ്ങൾ എന്തെങ്കിലും കണ്ടു. അവിടെ എത്തിയ ഉടനെ ആദ്യം കാണാൻ പോയത് കാർ ഡ്രിഫ്റ്റിംഗ് ആയിരുന്നു. ആ സമയത്ത് അതായിരുന്നു അവിടെ നടക്കുന്നുണ്ടായിരുന്നത്. ഇതിൻ്റെ ലൈവ് ഷോ എല്ലാം അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. നമുക്കിത് അടുത്ത് നിന്ന് കാണാൻ പറ്റില്ലെങ്കിൽ തിരക്കാണെങ്കിൽ നമുക്കവിടെ കാണാനായിട്ട് ലൈവ് ഷോ അവിടെ കാണിക്കുന്നൊക്കെ ഉണ്ട്. പിന്നെ ടിക്കറ്റ് എടുത്ത് അകത്ത് കയറാനൊക്കെ പറ്റും. അതായത് ഒരു ബാൽക്കണി പോലൊക്കെ അവിടെ ഉണ്ടാവും. പക്ഷെ ഞങ്ങൾക്ക് അതിന് ടിക്കറ്റ് കിട്ടിയില്ല. ഇതാട്ടോ ഞാൻ പറഞ്ഞ ലൈവ് ഷോ. അപ്പോൾ തിരക്കൊക്കെയാണ്, കാണാൻ വേണ്ടിയിട്ട് സ്ഥലമൊന്നും കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ലൈവായിട്ട് കാണാൻ പറ്റും കേട്ടോ. പക്ഷെ ഞങ്ങൾ ചെന്ന സമയത്ത് അങ്ങനെ തിരക്കായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് കാണാനായിട്ട് സ്ഥലമൊക്കെ കിട്ടി കേട്ടോ. അങ്ങനെ അതൊക്കെ കണ്ട് തൃപ്തി അടഞ്ഞ ശേഷം തൃപ്തി അടഞ്ഞെന്ന് പറയാൻ കാരണം അത്രത്തോളം ഭയങ്കര സൗണ്ടായിരുന്നു. ആദ്യമായിട്ടൊക്കെ കാണുന്നവർക്ക് ഭയങ്കര ഒരു പ്രശ്നം തോന്നും, അത്രയും സൗണ്ട് ആയതുകൊണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ എല്ലാം ഇങ്ങനെ നടക്കുമായിരുന്നു കേട്ടോ. അവിടെ അകത്ത് കുറേ പരിപാടികളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവിടെ കുറേ ഷോപ്പുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് സാധനങ്ങളൊക്കെ വാങ്ങണമെങ്കിൽ അഥവാ നമ്മൾ ടെൻ്റൊന്നും കൊണ്ടുപോയിട്ടില്ലെങ്കിൽ നമുക്ക് അവിടെ നിന്ന് തന്നെ വാങ്ങാനുള്ള ഷോപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ഡെസേർട്ടിൻ്റെ ഒരു ഭാഗത്ത് വന്ന് നിൽക്കുകയാണ് കേട്ടോ. ഇതൊക്കെ കാണാനായിട്ട് വണ്ടി ഭ്രാന്തന്മാരുടെ ഭ്രാന്ത് കാണാൻ വേണ്ടി വന്ന് നിൽക്കുകയാണ്. ഇവിടെ വന്ന് നിൽക്കുമ്പോൾ നമ്മൾ ഈ പളനിമലയിലൊക്കെ ചെന്ന് നിൽക്കുന്ന ഒരു ഫീലാണ്. നിങ്ങൾ പോയിട്ടുള്ളവർക്ക് അറിയാമായിരിക്കും. അതുകൂട്ടിരിക്കും, കാണാൻ നല്ല രസമാണ്. ഇതിനെ പറഞ്ഞ് എങ്ങനെ ഫലിപ്പിക്കണമെന്ന് എനിക്കറിയില്ല. അത്രയും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇവിടെ പോയതെന്ന് ഞാൻ കരുതുന്നത്. ആദ്യമായിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അങ്ങനെ കുറേ നേരം ഞങ്ങൾ ഇതെല്ലാം തന്നെ കണ്ട് നിൽക്കുമായിരുന്നു. ചില സമയം നമ്മുടെ അടുത്തോട്ടൊക്കെ വണ്ടി വരും. ഇതൊക്കെ കണ്ടോ, അതിന് കൊമ്പ് പോലൊക്കെ വെച്ചിട്ട് പോകുന്നത് നല്ല ഭംഗിയായിരുന്നു കേട്ടോ കാണാനൊക്കെ ആയിട്ട്. ഭയങ്കര സൗണ്ട് കാര്യങ്ങൾ. ആ പോകുന്ന വണ്ടി ഞങ്ങളുടെ കൂട്ടത്തിലുള്ള വണ്ടിയാണ് കേട്ടോ. അവരൊരു തവണ പോയിട്ട് വരികയാണ്. ഇനി ഞങ്ങളോടൊന്ന് പോയേക്കാം എന്ന് വിചാരിച്ച് ഞങ്ങൾ പോകുന്ന കാഴ്ചയാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. പോകുന്നില്ല എന്ന് വിചാരിച്ച് പേടിച്ചിരുന്ന അവസാനം ഞങ്ങൾ പോവുകയാണ് സുഹൃത്തുക്കളെ, പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ ഡെസേർട്ടിൻ്റെ ടോപ്പിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ആ കാണുന്നതൊക്കെ പോലീസാണ് കേട്ടോ. അവിടെ എല്ലാം പോലീസുണ്ട്. ഒരു പരിപാടിയും നടക്കില്ല, വഴക്കമല്ല, ഒന്നും അവിടെ ഉണ്ടാവില്ല. എല്ലാം സ്മൂത്താണ്.
അങ്ങനെ ഏറ്റവും ടോപ്പിൽ നിന്നിട്ടുള്ള വ്യൂ ആണ് കേട്ടോ ഈ ഒരു വ്യൂ. അത് അസാധ്യ വ്യൂ ആയിരുന്നു. ഞാൻ ഭയങ്കര ഞാൻ അതിന് ഏറ്റവും ഫ്രണ്ടിലിരുന്നത്, അതുകൊണ്ട് തന്നെ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഈ വ്യൂ എന്ന് പറഞ്ഞത് ഒരു പ്രത്യേക വൈബായിരുന്നു. മേലെല്ലാം കുളിര് കോരുമായിരുന്നു. സത്യം പറഞ്ഞാൽ ഒരു പേടിയും തോന്നിയില്ല എന്നുള്ളത് രണ്ടാമത്തെ കാര്യമല്ല, അത് ഒന്നാമത്തെ കാര്യം തന്നെയാണ്. ഇതൊരു വല്ലാത്ത എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതെൻ്റെ ലൈഫിൽ ഞാൻ ഒരിക്കലും മറക്കാത്ത ഒരു കാഴ്ചയാണ്. എൻ്റെ ലൈഫിൽ ഗുഡ് മെമ്മറീസിൽ ഞാനിത് കുറിച്ചിടും. അത്രയ്ക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇത്. അങ്ങനെ ഞങ്ങൾ ഇറങ്ങുകയാണ് കേട്ടോ. കൂടുതൽ നേരം അവിടെ അങ്ങനെ വട്ടം തിരിയേണ്ട കാര്യമില്ല. അപ്പോൾ നമ്മൾ കയറി ഇറങ്ങി ഇങ്ങി പോരുകയാണ് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ താഴെ എത്തി കേട്ടോ. ഇനിയിപ്പം ഞങ്ങൾ നേരെ പോകുന്നത് പാർക്കിങ്ങിലോട്ടാണ്. പാർക്കിങ്ങിലോട്ട് കയറി പോകണമെങ്കിൽ കുറച്ച് പൊക്കമുണ്ട്, അങ്ങോട്ടാണ് കയറി പൊക്കോണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ ശേഷം നമുക്കിനി അടുത്ത പരിപാടിയിലേക്ക് കിടക്കണം. അതിനുള്ള പോക്കാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. ഞങ്ങൾ ക്യാമ്പിംഗ് സ്പോട്ട് തപ്പി നടക്കുകയാണ്. നമ്മളൊരു 150 ദിർഹംസ് ഒക്കെ പേ ചെയ്താൽ ഒരു 10 പേർക്കൊക്കെ താമസിക്കാൻ പറ്റുന്ന ടെൻറ്റ് അവിടെ അവൈലബിൾ ആണ്. നമ്മൾ കൊണ്ടുപോകേണ്ട കാര്യമില്ല. പേ ചെയ്യുന്നവർക്കാണെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം. പക്ഷെ ഞങ്ങൾ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്താണ് കൊണ്ടുപോയത്. അതാണല്ലോ ഒരു പ്രത്യേക വൈബ്. നമ്മൾ ടെൻറ്റ് അടിക്കുന്നതും കുക്ക് ചെയ്യുന്നതും അതാണല്ലോ പ്രത്യേക വൈബ്. അപ്പം ഞങ്ങൾ അങ്ങനെയാണ് പോയിട്ടുണ്ടായിരുന്നത്. ചെന്ന ഉടനെ ഞങ്ങൾ കുക്കിംഗ് ആരംഭിച്ചു. കാരണം ഒരു 10-11:30 ആയിട്ടുണ്ട് ടൈം. നല്ല വിശക്കാൻ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ അടുത്തത് കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് അവർക്ക് വിശക്കുമല്ലോ. അപ്പം നമ്മൾ കുക്കിംഗ് ആരംഭിച്ചിട്ടുണ്ട്. പിള്ളേരൊക്കെ അവിടെ ഭയങ്കര തകൃതിയായിട്ടുള്ള കളിയൊക്കെ ആയിരുന്നു. കളിക്കാനും ബോളൊക്കെ കൊണ്ടുവന്നിട്ടുള്ളത് കൊണ്ട് തന്നെ അവർക്കതൊരു ഭയങ്കര എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു. ഞങ്ങൾ അപ്പോഴത്തേക്ക് അവിടെ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്തു. ക്യാമ്പിംഗ് ആകുമ്പോൾ ഒരു പ്രത്യേക വൈബൊക്കെ വരണമല്ലോ. കൂടെ ക്യാമ്പ് ഫയർ ഇല്ലാതെ എന്ത് ക്യാമ്പിംഗ് അല്ലേ. അപ്പോൾ അതിനുള്ള പരിപാടിയും അവിടെ സൈഡിൽ നടക്കുന്നുണ്ടായിരുന്നു. ഗ്രില്ല് ചെയ്യാനുള്ള ചിക്കന്, ഫിഷ്, പ്രോൺസ് ഒക്കെ വീട്ടിൽ നിന്ന് മാരിനേറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഫ്രീസ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫുഡടിയൊക്കെ കഴിഞ്ഞ ശേഷം നമുക്കിനി ക്യാമ്പ് ഫയറും കൊച്ചു വർത്താനും ഒക്കെ ആയിട്ടൊന്ന് കൂടാം അല്ലേ. എല്ലാ ഗ്യാങ്ങിലും കാണും പാട്ട് പാടുന്ന ഒരു ചങ്ക്. അതെ, ഞങ്ങളുടെ ഗ്യാങ്ങിലും ഉണ്ടായിരുന്നു പാട്ട് പാടുന്ന ഒരാൾ. പുള്ളി നല്ല അസാധ്യമായിട്ട് പാട്ട് പാടുന്ന ഒരാളാണ് കേട്ടോ. പുള്ളി മാത്രമല്ല, പാട്ട് പാടാൻ അറിയാത്ത ആൾക്കാരും അവിടെ പാട്ട് പാടി സഹകരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെയൊന്നും ഇല്ലല്ലോ, നമ്മൾ കൂടുമ്പോൾ നമ്മൾ മാത്രമല്ലേ ഉള്ളൂ. അപ്പം നമുക്കറിയാവുന്ന ഒരു പാട്ട് പാടുമ്പോൾ നമുക്കത് ആസ്വദിക്കാൻ പറ്റും. അതാണ്. അപ്പോൾ എല്ലാവരും പാട്ടുപാടലും ഒക്കെ കഴിഞ്ഞിട്ട് പിള്ളേരവിടെ കളി, ചിരി, ബഹളമൊക്കെ ആയിട്ട് നടക്കുമായിരുന്നു. പിള്ളേർക്കൊക്കെ വളരെ ഒരു റിലീഫാണ് ഈ ക്യാമ്പിങ്ങിന് കാര്യങ്ങൾക്കൊക്കെ പോകുന്നത്. നാട്ടിലാണെങ്കിൽ സ്കൂള്, വീട് എന്ന് മാത്രമല്ലല്ലോ, നമ്മൾ പല റിലേറ്റീവ്സിൻ്റെ വീട്ടിലും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ടല്ലോ. പക്ഷേ ഇവിടെ ആകുമ്പോൾ അങ്ങനെയല്ല. സ്കൂള്, വീട്, കൂടി പോയൊരു ഷോപ്പിങ്, ഫ്രണ്ട്സ് അത്രേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതുപോലെ ക്യാമ്പിങ്ങിനൊക്കെ പോകുമ്പോൾ അവർക്ക് വളരെ സന്തോഷമാണ്. അങ്ങനെ 3 മണിയൊക്കെ ആയ ശേഷമാണ് ഞങ്ങൾ ടെൻ്റ് അടിക്കാനായിട്ട് തുടങ്ങിയത് കേട്ടോ. കുറച്ച് നേരമെങ്കിലും ഉറങ്ങണ്ടേ. ഉറങ്ങാനും ഒന്നും പറ്റില്ല, കാരണം ഭയങ്കര സൗണ്ടാണ് വണ്ടികളുടെ. ഡെസേർട്ടിൻ്റെ ടോപ്പിലെ ആ കാർ റേസിംഗ് ഇല്ലേ, ഇതുവരെ അവരത് നിർത്തിയിട്ടില്ല. ഫുൾ വൈബായിട്ട് ഈ സമയത്തും അവരതിൻ്റെ മുകളിൽ തന്നെ ഉണ്ട്. നേരം വെളുക്കുന്നവരെ അവരവിടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. കൂടെ ഭയങ്കര തണുപ്പുമായിരുന്നു. അപ്പം ഞങ്ങൾ എന്തായാലും കുറച്ച് നേരം കണ്ണടയ്ക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ടെൻ്റൊക്കെ അടിക്കുന്നത്. അങ്ങനെ എല്ലാവരും ടെൻ്റൊക്കെ അടിച്ച് സെറ്റായി ഞങ്ങൾ കിടക്കാനായിട്ടുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് രാവിലെ കാണാം. ഒരാളിവിടെ കിടപ്പായി കേട്ടോ, നല്ല തണുപ്പാണ്. ഞാൻ ഒത്തിരി ലേറ്റായിട്ടാണ് ഉറങ്ങി. അപ്പോൾ രാവിലത്തെ അടിപൊളി വ്യൂ ഒക്കെ നിങ്ങൾ കണ്ടില്ലേ. ഇത്ര നല്ല സ്ഥലത്താണ് ദൈവമേ നമ്മൾ രാത്രി കിടന്നതെന്ന് തോന്നിപ്പോയി. അത്രയ്ക്ക് രസമായിരുന്നു രാവിലെ കാണാൻ കേട്ടോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഞങ്ങൾ ഉണ്ടാക്കായിരുന്നു. മാഗി, ബ്രെഡ്, ഏത്തപ്പഴം, അങ്ങനെ വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ ആക്കി കഴിക്കുമായിരുന്നു. അപ്പോൾ ഇതാണ് അവിടുത്തെ മൊത്തത്തിലുള്ളൊരു വ്യൂ. അവിടെയൊക്കെ ഇപ്പോഴും ആളുകളുണ്ട് കേട്ടോ വണ്ടിയും കൊണ്ട്. അവരൊന്നും ഉറങ്ങിയിട്ടേ ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്, കാരണം രാത്രി ഫുള്ള് സൗണ്ടായിരുന്നു. അവൻ കുഞ്ഞമ്മയുടെ ബ്രെഡാണ് കേട്ടോ ചോദിച്ചത്. അത് ബ്രെഡൊക്കെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ടോസ്റ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ അതാണ് ചോദിച്ചത്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിപ്പൊക്കെ കഴിഞ്ഞ ശേഷം ഒരു 10-11:30 ആയ ശേഷം ഞങ്ങളെല്ലാം പാക്ക് ചെയ്ത് പോവാണ് കേട്ടോ. നല്ലപോലെ എൻജോയ് ചെയ്തൊരു ദിവസമായിരുന്നു കേട്ടോ ഇന്നലെ. എന്താ പറയേണ്ടതെന്ന് അറിയത്തില്ല, അത്രയ്ക്ക് സന്തോഷമായിരുന്നു. ഫാമിലി ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ കൂടുമ്പോഴാണല്ലോ നമുക്കൊരു സന്തോഷം എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞില്ലേ ഡെസേർട്ടിൻ്റെ ടോപ്പിൽ വണ്ടിയും കൊണ്ട് ഇപ്പോഴും ആളുകളുണ്ടെന്ന്, കണ്ടോ? അതുപോലെ ഇപ്പോഴും ഉണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങളൊരു ചെറിയൊരു ഓഫ് റോഡൊക്കെ
ഒക്കെ എടുത്ത് ഞങ്ങളും പൊക്കോണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇതും. അപ്പുറത്ത് നല്ല റോഡുണ്ടായിട്ടും നമ്മൾ ഈ മണ്ണിൽ കൂടെ തന്നെ ഒരു സാഹസം കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ലിവ 2025 വന്നത്. അപ്പം നമുക്ക് ഈ വണ്ടി ഭ്രാന്തന്മാരുടെ ചെറിയൊരു ഭ്രാന്തം നമുക്ക് കിട്ടാതിരിക്കില്ലല്ലോ. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ഓഫ് റോഡൊക്കെ പോകുന്നത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ മെയിൻ റോഡിൽ എത്തിയിരിക്കുന്ന സുഹൃത്തുക്കളെ, നിങ്ങൾ കണ്ടില്ലേ ആ റോഡ്? നമുക്ക് മേലെ അപ്പുറത്തൂടെ ആ നല്ല റോഡിൽ വന്നാൽ മതിയായിരുന്നു, എങ്കിൽ നമുക്ക് ഇത്രത്തോളം സാഹസം എൻജോയ് ചെയ്യാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ മെയിൻ റോഡിൽ എത്തി, കണ്ടോ? അപ്പോൾ ഇതൊക്കെ ഇവിടുത്തെ ഇതിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ്. ഒരുപാട് ടെൻറ്റുകളും ഷോപ്പുകളും എന്ന് വേണ്ട അടിപൊളി ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഈ ലിവ 2025. അത് ഏകദേശം ഒരു ജനുവരി ഫസ്റ്റ് വീക്കോടുകൂടി അവസാനിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിപ്പോൾ വീഡിയോ കുറച്ച് ലേറ്റായിപ്പോയി, എനിക്കറിയാം. അങ്ങനെ ഞങ്ങളിപ്പോൾ നേരെ എങ്ങോട്ടാണ് വന്നതെന്നറിയാമോ? അവിടെ പഴയ തരം കാറുകളുടെ ഒരു എക്സിബിഷൻ നടക്കുന്നുണ്ടെന്ന് അവർ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അത് കാണാനായിട്ടാണ് അങ്ങോട്ട് പോയത്. പക്ഷേ അത് തുടങ്ങുന്നത് 3 മണിക്കാണ്. ഞങ്ങൾ ഏകദേശം ഒരു 12 മണിയൊക്കെ ആയിട്ടേ ഉള്ളൂ ഇപ്പോൾ. പിന്നെ നമ്മൾ കുറേ മണിക്കൂറുകൾ വെയിറ്റ് ചെയ്യണം. അതുമാത്രമല്ല, ടിക്കറ്റ് കൊടുത്ത് തുടങ്ങിയിട്ടുമില്ല, ഓൺലൈനിൽ അത് അവൈലബിളും അല്ല. അപ്പോൾ ആ സമയത്ത് നമുക്ക് കിട്ടുമോ എന്ന് പോലും അറിയില്ല. അതുകൊണ്ട് ഞങ്ങൾ അതിന് നിന്നില്ല. അതിനുശേഷം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പം ഞങ്ങൾ വഴിയിലെ കാഴ്ചകളൊക്കെ കണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ ബൈ.